ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC എന്ന മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ UPSC നടത്തുന്ന CDS2 എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നോട്ട്സ് അവൈലബിൾ ആണ്. CDS എക്സാമിന്റെ ആണെങ്കിലും സിവിൽ സർവീസ് എക്സാമിനേഷന്റെ ആണെങ്കിലും നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവരെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. CDS2 2025 ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. അതുപോലെ ഏതൊക്കെ ഡേറ്റ്സ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഏതൊക്കെയാണ്, പിന്നെ ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വേക്കൻസീസ്, പിന്നെ അത് ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു എക്സാമിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് കറക്ഷൻ വിൻഡോ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏത് ഡീറ്റെയിൽസ് കൊടുത്താലും വളരെ ശ്രദ്ധിച്ചു മാത്രം കൊടുക്കുക, കാരണം കറക്ഷൻ വിൻഡോ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ OTR എന്താണ്, അക്സെപ്റ്റബിൾ അല്ല. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആദ്യം തൊട്ട് എന്ത് ചെയ്യണം, ഇനി കൊടുത്തിട്ട് വേണം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഏതൊക്കെയാണ്? കറക്ഷൻ വിൻഡോ അവൈലബിൾ അല്ല, അതുപോലെ OTR അക്സെപ്റ്റബിൾ അല്ല. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ്, ഏതൊക്കെ ഡേറ്റുകളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്? ഒന്ന്, ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ. എന്നാണ് നോട്ടിഫിക്കേഷൻ വന്നതെന്നുള്ളത്? അത് 28/5/2025 നോട്ടിഫിക്കേഷൻ വന്നത്. ഇനി ആപ്ലിക്കേഷൻ വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17/6/2025 അതായത് അടുത്ത മാസം 17-ാം തീയതി വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാനുള്ള ഡേറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സാം നടക്കുന്നത് എന്നാണ്? 14-ാം തീയതി ആണ്. 14/9/2025 എക്സാം നടക്കുന്നത്. ഈ 3 ഡേറ്റുകളും ഓർത്തു വെക്കുക. ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 28/5/2025. ലാസ്റ്റ് ഡേറ്റ് ഫോർ റിസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ 17/6/2025. ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് എക്സാം 14/9/2025. ഓക്കെ, ഈ 3 ഡേറ്റുകളും മറന്നു പോകരുത്. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് IMA ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്കാണെങ്കിൽ 2 ജൂലൈ 2022 തൊട്ട് 1 ജൂലൈ 2007 വരെയാണ് വരുന്നത്. ആ ഒരു ഏജ് ഗ്യാപ്പ്, ആ ഒരു ബിറ്റ്വീൻ ഏജ് വരുന്ന ആളുകളാണ് IMAയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ INAയ്ക്കും സെയിം ഒരു ഏജ് ആണ് പറയുന്നത്. 2 ജൂലൈ 2002 തൊട്ട് 1 ജൂലൈ 2007 വരെ. അതുപോലെ തന്നെ OTAക്ക് ആകുമ്പോൾ 2 ജൂലൈ 2001 തൊട്ട് 1 ജൂലൈ 2006 വരെയാണ് വരുന്നത്. AFAക്ക് എയർഫോഴ്സ് അക്കാദമിക്ക് ആണെങ്കിൽ 24 വയസ്സ് വരെയാണ് വരുന്നത്. പക്ഷെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉണ്ടെങ്കിൽ എന്താണ്, ഒരു 2 വയസ്സ് കൂടുതൽ കിട്ടും. 26 വയസ്സുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഏജ് ലിമിറ്റ് ഓർത്ത് വെക്കുക. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്കാണെങ്കിൽ 2 ജൂലൈ 2022 തൊട്ട് 1 ജൂലൈ 2007 വരെയാണ് വരുന്നത്. ഇനി INA ഇന്ത്യൻ നേവൽ അക്കാദമിക്ക് ആണെങ്കിൽ 2 ജൂലൈ 2002 തൊട്ട് 1 ജൂലൈ 2007 വരെയാണ് വരുന്നത്. അതുപോലെ തന്നെ OTA ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലേക്ക് 2 ജൂലൈ 2001 തൊട്ട് 1 ജൂലൈ 2006 വരെയാണ് വരുന്നത്. അതുപോലെ തന്നെ എയർഫോഴ്സ് അക്കാദമിക്ക് 24 വയസ്സാണ് വരുന്നത്. ഇനി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉണ്ടെങ്കിൽ 26 വയസ്സുമാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്തതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്? ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്, ഗ്രാജുവേഷൻ ആണ് എന്ത്, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയുടെ കേസിൽ ഗ്രാജുവേഷൻ വേണം. OTAയിലും അതെ, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഗ്രാജുവേഷൻ മതി. ഇനിയിപ്പോ INAയുടെ കാര്യത്തിൽ അതായത് ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ കാര്യത്തിൽ എന്താണ്, ഡിഗ്രി വേണം. അതും എഞ്ചിനീയറിംഗിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. എയർഫോഴ്സ് അക്കാദമിയിലേക്ക് ആകുമ്പോൾ എന്താണ്, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഡിഗ്രി തന്നെയാണ് വേണ്ടത്. പക്ഷെ നമ്മൾ 12th എന്തായിരിക്കണം, ഫിസിക്സ്, മാത്സ്, ബയോളജി പോലുള്ള സബ്ജക്ട്സ് കമ്പൽസറി ആയിട്ടും പഠിച്ചിരിക്കണം. ഇതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി, ഇവിടെ എന്ത് മതി, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഗ്രാജുവേഷൻ മതിയാവും. ഇനിയിപ്പം ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ എന്ത് വേണം, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, അതാണ് നമുക്ക് ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്ക് വേണ്ടത്. അതുപോലെ തന്നെ എയർഫോഴ്സ് അക്കാദമിയിൽ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി മതിയാവും. പക്ഷെ എന്തുണ്ടായിരിക്കണം, +2 നമ്മൾ ഫിസിക്സും മാത്സും കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. ഇതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി വേക്കൻസീസ് നോക്കാം. IMAയിൽ 100 വേക്കൻസിയാണ് ഈ വർഷം ഉള്ളത്. INAക്ക് 26, AFAക്ക് 32. അതുപോലെ OTA മെന്നിന് 276, OTA വുമണിന് 19 വേക്കൻസീസുമാണ് വന്നിരിക്കുന്നത്. ഒന്നുകൂടി വേക്കൻസീസ് നോക്കുക. IMAക്ക് 100, INA 26, AFA 32, OTA men 276, OTA വുമൺ 19. അപ്പൊ 400 അധികം വേക്കൻസീസ് ഇത്തവണ ഉണ്ട്. അടുത്തതാണ്
എക്സാമിനെ കുറിച്ച് നമുക്ക് നോക്കാം. എക്സാം കണ്ടക്ട് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഏതാണ്? അത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇതിൽ IMA, INA, AFA, ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഇന്ത്യൻ നേവൽ അക്കാദമി, എയർഫോഴ്സ് അക്കാദമി, ഈ അക്കാദമികളിലേക്ക് എന്താണ് നമുക്ക് എക്സാം നടത്തുമ്പോൾ 300 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സബ്ജക്ട്സ് ഏതൊക്കെയാണ്? GK ഉണ്ടാവും, മാത്സ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും. ഈ GK എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി അതെല്ലാം കറണ്ട് അഫയേഴ്സ് എല്ലാം എന്താണ് ഈ GK യിൽ ഉൾപ്പെടും. ഓക്കെ. അപ്പൊ IMA, INA, AFA ക്ക് ആണെങ്കിൽ 300 മാർക്കിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. GK, മാത്സ്, ഇംഗ്ലീഷ് ആണ് സബ്ജക്ട്സ് വരുന്നത്. ഇനിയിപ്പോ OTA ക്ക് ആണെങ്കിൽ 200 മാർക്കിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. GK, ഇംഗ്ലീഷ് ഈ 2 സബ്ജക്ട്സേ ഉള്ളൂ. അതായത് നമുക്ക് മാത്സ് പഠിക്കേണ്ട കാര്യമില്ല. OTയുടെ കേസിൽ നമുക്ക് മാത്സ് പഠിക്കേണ്ട കാര്യമേ ഇല്ല. ഇനിയിപ്പം ക്വസ്റ്റ്യൻസ് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിനൊന്നും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? മാർക്ക് ചെയ്താൽ മതിയാവും. റിട്ടൺ എക്സാമിനേഷൻ, അതായത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ അല്ല. ഇതിനുശേഷം എന്തുണ്ട്? ഒരു 5 days SSB ഇന്റർവ്യൂ ഉണ്ട്. നമ്മൾ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഒരു 5 days ഇന്റർവ്യൂ, SSB ഇന്റർവ്യൂ ഉണ്ട്. എക്സാം നടക്കുന്നത് ഒരു ഓഫ്ലൈൻ മോഡ് എക്സാമിനേഷൻ ആയിരിക്കും. പിന്നെ എക്സാമിന്റെ ഫീസ് വരുന്നത് 200 രൂപയാണ്. പക്ഷേ ഒരു ആർക്കൊക്കെയാണ്? SC, ST, വുമൺ കാൻഡിഡേറ്റ്സ്, പിന്നെ ഏതാ സൺ ഓഫ് JCOs, NCOs ഇവർക്ക് ആർക്കും എന്താണ് ഈ ഫീ പേയ്മെന്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണുള്ളത്. കൂടുതലായിട്ടുള്ള എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അതുപോലെ നോട്ട്സും അവൈലബിൾ ആണ്. നോട്ട്സ് വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്